കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ BCom BBA സ്റ്റുഡൻസിൻ്റെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് അഥവാ BRM എന്ന സബ്ജക്റ്റിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതിലെ ആദ്യത്തെ ചോദ്യമാണ്. നമുക്കൊരു 200 എബവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു 80 സംതിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ റിസർച്ച് ഈസ് ഓൺലി ഡാഷ് എൻക്വയറി ഇൻ ടു ദ സിസ്റ്റം ഓഫ് നോളജ് ടു ഡിസപ്രൂവ് ഓർ അപ്രൂവ് ഓർ ടു അറൈവ് അറ്റ് ന്യൂ കൺക്ലൂഷൻ ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് എൻക്വയറി ആണ്. അപ്പം അതിൽ നമ്മൾ അപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ, കൺക്ലൂഷൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ നോക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ ബെറ്റർ ആക്കാം എന്നതിന് വേണ്ടി ഒരു സിസ്റ്റമാറ്റിക് എൻക്വയറി ആണ് നമ്മൾ റിസർച്ചിലൂടെ നടത്തുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് സിസ്റ്റമാറ്റിക് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ബിസിനസ് റിസർച്ച് മീൻസ് ദ ഡിസ്കവറി ഓഫ് ന്യൂ നോളജ് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്. ബിസിനസ് റിസർച്ച് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് മേഖലയിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിസിനസ് എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇൻ ഡാഷ് റിസർച്ച് ദ റിസർച്ചേഴ്സ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഫോർ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ബിസിനസ് പ്രോബ്ലംസ്. ബിസിനസ് പ്രോബ്ലംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് എന്താ പറയുക, ഇതുവരെയും സോൾവ് ചെയ്യാത്ത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന റിസർച്ച് ഏതാണ്? ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിന് ബിസിനസ് റിസർച്ച് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ആൻസറും ബിസിനസ് എന്ന് തന്നെയാണ്. അടുത്ത ചോദ്യം, എ ഡാഷ് അനാലിസിസ് ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്ഷൻ ഐറ്റം യൂസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. നമ്മൾ ഓരോ പ്രൊഡക്ഷൻ്റെ, ഇപ്പോൾ ഗുഡ്സ് സർവീസ് എന്തിൻ്റെ ആയിക്കോട്ടെ, കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. അടുത്തത്, ഡാഷ് ഈസ് എ സെറ്റ് ഓഫ് ലോജിക്കലി ഇൻ്റർറിലേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലോജിക്കലി ഇൻ്റർറിലേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് തിയറിയാണ്. സോ ആൻസർ തിയറി. ദെൻ അടുത്ത ചോദ്യം, എ തിയറി എക്സ്പ്ലെയിൻസ് ആൻഡ് പ്രെഡിക്റ്റ് എബൌട്ട് എ ഫിനോമിനൻ. എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുകയോ എക്സ്പ്ലെയിൻ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ തിയറി എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് തിയറി റെപ്രസെൻ്റ് എ കോമൺ വ്യൂ ഓഫ് ദി നേച്ചർ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ തിയറി ആൻഡ് റിസർച്ച്. തിയറിയും റിസർച്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒന്ന് ഡിഡക്ഷൻ തിയറിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഡിഡക്ഷൻ ആണ്. ഡിഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട്. ഡാഷ് ഈസ് റിഗാർഡഡ് ആസ് റീസണിങ് ഫ്രം ദി ജനറൽ ടു പെർട്ടിക്കുലർ. ജനറൽ ടു പെർട്ടിക്കുലർ എന്നുള്ളൊരു ടേം വരുന്നതും ഡിഡക്ഷൻ തന്നെയാണ് കേട്ടോ. ഡിഡക്ഷൻ തിയറി തന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ചോദ്യം, എ ഡാഷ് ഈസ് എൻ എബ്സ്ട്രാക്ഷൻ ഫോംഡ് ബൈ ജനറലൈസേഷൻ ഫ്രം പെർട്ടിക്കുലേഴ്സ്. ജനറലൈസേഷൻ ഫ്രം പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് എത്തുകയാണ്. അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതൊരു അബ്സ്ട്രാക്ഷനാണ്, ഒന്നിൻ്റെ ഒരു ചുരുക്കമാണ് കേട്ടോ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത്, എ ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഒബ്സർവബിൾ ഫിനോമിന ദാറ്റ് മേ ബി ജഡ്ജ്ഡ് ആസ് ട്രൂ ഓർ ഫോൾസ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ ആയിട്ട് ഒബ്സർവ് ചെയ്യാനും ഒരു അസംഷനിലേക്ക് എത്താനും പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോസിഷൻ എന്നുള്ളത്. അടുത്ത ചോദ്യം, എ ഹൈപ്പോതെസിസ് ഈസ് എ ഡാഷ് അബൌട്ട് ദി പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് എമംഗ് ഇവൻറ്റ്സ് ഓർ വേരിയബിൾസ്. ഹൈപ്പോതെസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രെഡിക്റ്റഡ് കാര്യമാണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഭാവിയിൽ ഇങ്ങനെ നടക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാതിരിക്കാം, അങ്ങനെ ഒരു പ്രെഡിക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര്, അത്തരം ഹൈപ്പോസിസിസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. ഹൈപ്പോസിസിസ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹൈപ്പോസിസിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഹൈപ്പോതെസിസ് എന്ന് വിളിക്കുന്നത്. അടുത്തത്, ഡാഷ് റിസർച്ച് ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി വേറൊരു റിസർച്ച് ഉണ്ട്, ഡാഷ് റിസർച്ച് ഇസ് മെയിൻലി കൺസേൺഡ് വിത്ത് ജനറലൈസേഷൻ ആൻഡ് വിത്ത് ദ ഫോർമുലേഷൻ ഓഫ് എ തിയറി. ജനറലൈസേഷനെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ബേസിക് റിസർച്ചാണ്. പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലാണ് നമ്മളൊരു കാര്യം അപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അപ്ലൈഡ് റിസർച്ചാണെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് റിസർച്ച് ഈസ് എ preliminary study of a new problem about which the researcher has little or no knowledge. ഒരു റിസർച്ചർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നോളജ് ഒട്ടുമില്ല, അല്ലെങ്കിൽ ചെറിയ രീതിയിലേക്ക് ഒരു നോളജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൾ പുതിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആദ്യമായിട്ട് നടത്തുന്ന പ്രിലിമിനറി സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കേട്ടോ,
ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നടത്തുന്ന ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അത്തരം റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈഡ് റിസർച്ചിനെ കുറിച്ച് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്, അതേപോലെ തന്നെ ഒരു പുതിയൊരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ നടത്തുന്ന പ്രിലിമിനറി സ്റ്റഡി കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അതും അപ്ലൈഡ് തിയറി തന്നെയാണ്, അപ്ലൈഡ് റിസർച്ച് എന്ന് തന്നെയാണ് ആൻസർ വരുന്നത്. അടുത്തത് ദ ഡാഷ് റിസർച്ച് ലീഡ്സ് ടു ഡിസ്കവറി ഓഫ് ന്യൂ തിയറീസ്. പ്യുവർ റിസർച്ച്, പ്യുവർ റിസർച്ചിലൂടെയാണ് നമുക്ക് പുതിയ തിയറീസൊക്കെ ഫോം ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് പ്യുവർ റിസർച്ചിലൂടെയാണ്. അടുത്ത ചോദ്യം, ഡാഷ് റിസർച്ച് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിക്കുന്നത് എന്ത് റിസർച്ചിനെയാണ്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെയാണ് ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത്, ഡാഷ് റിസർച്ച് സീക്സ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള റിസർച്ചുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിസർച്ചാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് ചോദിക്കുന്നത് കോസൽ റിസർച്ചാണ്. ദെൻ നമ്മളൊരു പുതിയ തിയറീസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പ്യുവർ റിസർച്ച് ആണെന്ന് പറഞ്ഞു. പിന്നെ ജനറലൈസേഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് എ തിയറി, നമ്മൾ ജനറലൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണെങ്കിൽ ബേസിക് റിസർച്ച് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്ലൈഡ് ഉണ്ട്, ബേസിക് ഉണ്ട്, പ്യുവർ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, കോസൽ ഉണ്ട്. 5 ഉണ്ട്, കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 18ാമത്തെ ചോദ്യമാണ്, ഡാഷ് റിസർച്ച് ഈസ് എ മാനേജ്മെൻറ്റ് ടൂൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ബിസിനസ് സ്ട്രാറ്റജീസ്. ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, പ്രൊഡക്ഷൻ, നമ്മുടെ ഗ്രോത്ത് കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ഇതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് ബിസിനസ് റിസർച്ച്. അപ്പോൾ അടുത്ത റിസർച്ച് പറഞ്ഞു ബിസിനസ് റിസർച്ച്. അപ്പോൾ അപ്ലൈഡ് ഉണ്ട്, പ്യുവർ ഉണ്ട്, ബേസിക് ഉണ്ട്, കോസൽ ഉണ്ട്, ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഇനി അടുത്ത ചോദ്യമാണ്, എ സെറ്റ് ഓഫ് ലോജിക്കലി ഇന്റർ റിലേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളത് ഓൾറെഡി ഇതിൻ്റെ വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോജിക്കലി ഇന്റർ റിലേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ തിയറിയാണ്. അടുത്തത്, ഡാഷ് ബിൽഡിംഗ് ബ്രോഡ്ലി കൺസിസ്റ്റ് ഓഫ് ഒബ്സർവേഷൻ, ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ. ഇതെല്ലാം ഒത്തുചേരുന്ന ഒന്നാണ് തിയറി എന്ന് പറയുന്നത്. അടുത്തത്, ഡാഷ് ഫോളോസ് ആൻ അപ്രോച്ച് വിച്ച് ഈസ് ഫ്രോം ജനറൽ ടു സ്പെസിഫിക്. ഇതും നമ്മൾ ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡിഡക്ഷൻ ആണ് ആൻസർ വരുന്നത്. അടുത്തത്, ദ ഡാഷ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് സ്റ്റഡിയിങ് സെവറൽ ഇൻഡിവിജ്വൽ കേസസ് ആൻഡ് ഡ്രോയിങ് ജനറലൈസേഷൻ. സെവറൽ ഇൻഡിവിജ്വൽ കേസുകൾ പഠിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ആണ്. ഇത് ഡിഡക്ഷൻ എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഇൻഡക്ഷനിൽ ഒരുപാട് പേരുടെ പഠിക്കുന്നുണ്ട്, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ ജനറൽ ടു സ്പെസിഫിക്, ജനറലായിട്ട് നമ്മൾ നോക്കും, അതായത് കുറേ പേരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് അതിൽ ഒരാളുടെയാണ് ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സെവറൽ ഇൻഡിവിജ്വൽസിൻ്റെയാണ് നമ്മൾ ഒറ്റയടിക്ക് പഠനം നടത്തുന്നത്. അതാണ് ഡിഡക്ഷനും ഇൻഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. അടുത്തത്, ഡാഷ് ഫോളോസ് ആൻ അപ്രോച്ച് വിച്ച് ഈസ് ടോപ്പ് ഡൗൺ. ടോപ്പ് ഡൗൺ അപ്രോച്ച് ഫോളോ ചെയ്യുന്നത് ഡിഡക്ഷൻ ആണ്. അപ്പോൾ ഡിഡക്ഷൻ എങ്ങനെയായിരിക്കും? ടോപ്പിൽ നിന്നും ഡൗണിലേക്കായിരിക്കും ഇതിൻ്റെ നടക്കുന്നുണ്ടായിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ഡാഷ് ഈസ് എൻ അബ്സ്ട്രാക്ഷൻ ഫോംഡ് ബൈ ജനറലൈസേഷൻ ഫ്രം പെർട്ടിക്കുലർ. ജനറലൈസേഷനിൽ നിന്നാണ് പെർട്ടിക്കുലറിലേക്ക് പോകുന്നത്, അത് കോൺസെപ്റ്റ് ആണ്. എ ഡാഷ് ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് ഇസ് നോട്ട് ഡയറക്ട്ലി ഒബ്സർവബിൾ. നമുക്ക് ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് കൺസ്ട്രക്റ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്റ്റ്, അതൊരു കോൺസെപ്റ്റ് ആണ്. അടുത്തത് 26ാമത്തെ ചോദ്യം, and dash is a procedure agreed upon for translation of concept into measurement of some kind. Operational definition എന്നുള്ളതാണ് ഒരു പ്രൊസീജിയർ. അത് എന്ത് ചെയ്യുന്നുണ്ട്? agreed upon for translation of a concept into measurement of some kind. ഒരു കോൺസെപ്റ്റിൻ്റെ ട്രാൻസ്ലേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന മെഷർമെൻറ്റ് ഓഫ് സം കൈൻഡ്. അപ്പോൾ ഇത് നടത്തുന്ന ഒരു പ്രൊസീജിയറാണ് ഓപ്പറേഷണൽ ഡെഫിനീഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഒബ്സർവബിൾ ഫിനോമിന. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രൊപ്പോസിഷനാണ്. ഒബ്സർവബിൾ ഫിനോമിന പ്രൊപ്പോസിഷനാണ്.
അടുത്തത് ഡാഷ് റിസർച്ച് ഈസ് ഓൾസോ നോൺ ആസ് ബേസിക് റിസർച്ച്. നമ്മൾ ഇതിനെ ബേസിക് റിസർച്ച് എന്നും കൂടി വിളിക്കാറുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ആൻഡ് പ്രോബ്ലം. ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രോബ്ലത്തെ കുറിച്ചുള്ള റിസർച്ചാണ് ആക്ഷൻ റിസർച്ച്. അപ്പോൾ നോക്കി, ഒരുപാട് റിസർച്ചുകളായി. ബേസിക്, അപ്ലൈഡ്, ബിസിനസ്, ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി എണ്ണമായി കേട്ടോ. ഇനി അടുത്തത് പ്യുവറിനെ കുറിച്ച് വേറൊരു ചോദ്യം കൂടി വന്നേക്കാണ്. ഡാഷ് റിസർച്ച് ലീഡ്സ് ടു ഡിസ്കവറി ഓഫ് ന്യൂ തിയറി. ന്യൂ തിയറിയിലേക്ക് പോകുന്നത് ഏതാ? പ്യുവർ. ഇത് ഓൾറെഡി പറഞ്ഞതാണ്, റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അടുത്തത് ഡാഷ് റിസർച്ച് ഈസ് എ പ്രിലിമിനറി സ്റ്റഡി ഓഫ് എ ന്യൂ പ്രോബ്ലം. പുതിയ പ്രോബ്ലത്തെ കുറിച്ചുള്ള റിസർച്ച് ആണെങ്കിൽ അത് എക്സ്പ്ലോറേറ്ററി ആണ്. എക്സ്പ്ലോറേറ്ററി. അടുത്തത് ദ മേജർ യൂസ് ഓഫ് ഡാഷ് റിസർച്ച് ഈസ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫെയേഴ്സ് ആസ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് പ്രസൻറ്റ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അടുത്ത ചോദ്യം, ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡാഷ് റിസർച്ച് ഈസ് ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് അബൌട്ട് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഒരു ഹൈപ്പോത്തസിസിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന റിസർച്ചാണ് കോസൽ റിസർച്ച് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത്, the dash study is always adopted where only little knowledge or nor information. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു റിസർച്ചർക്ക് ഒരു തരത്തിലുള്ള ഇൻഫോർമേഷനും ഇല്ല, അതിനെക്കുറിച്ച് നോളജും ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം ഇതിനെയാണ് എക്സ്പ്ലോറേറ്ററി എന്ന് വിളിക്കുന്നത്. ദെൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് എ ഡാഷ് സ്റ്റഡി ഓഫ് എ അൺഫെമിലിയർ പ്രോബ്ലം. പ്രിലിമിനറി സ്റ്റഡി, ഇതും നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് നമ്മൾ നടത്തുന്ന സ്റ്റഡിന്ന്. അപ്പോൾ ഇതൊരു പ്രിലിമിനറി സ്റ്റഡിയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ മെത്തേഡ് ഓർ ടെക്നിക് ഓർ എൻ അപ്രോച്ച് ഓഫ് എക്സ്പ്ലോറിങ് ഓർ അനലൈസിങ് ദ ലൈഫ് ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേര് കേസ് സ്റ്റഡി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, എ ഡാഷ് സ്റ്റഡി ഈസ് എ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി സ്റ്റഡി കണ്ടക്റ്റഡ് ബിഫോർ ദി മെയിൻ റിസർച്ച്. നമ്മൾ മെയിൻ റിസർച്ചിന് മുന്നേ നടത്തുന്ന സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് പൈലറ്റ് സ്റ്റഡി എന്നുള്ളത്. അടുത്തത്, എ ഡാഷ് അനാലിസിസ് ഈസ് എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഓർ ഇൻഫോർമൽ ഗ്യാദറിംഗ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അത് എന്ത് തരം അനാലിസിസ് ആണ്? സിറ്റുവേഷണൽ അനാലിസിസ് ആണ്. അടുത്ത ചോദ്യം, ഡാഷ് റിസർച്ച് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ഡിസ്കവറി ആൻഡ് വിത്ത് ജനറേറ്റിംഗ് ഓർ ബിൽഡിംഗ് തിയറി. അത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് തന്നെയാണ്. അടുത്തത്, ഡാഷ് റിസർച്ച് ഹെൽപ്സ് ഡിറ്റർമൈൻ ദി ബെസ്റ്റ് റിസർച്ച് ഡിസൈൻ, ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആൻഡ് സെലക്ഷൻ ഓഫ് സബ്ജക്റ്റ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് തന്നെയാണ്. ഇപ്പോൾ എക്സ്പ്ലോറേറ്ററി റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ചോദ്യങ്ങളാണ് വരുന്നത് കേട്ടോ. അടുത്തത്, സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ഈസ് അനദർ ഫോം ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അടുത്തത് 41ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ പ്രിലിമിനറി സ്റ്റഡി കണ്ടക്റ്റഡ് ഓൺ എ ലിമിറ്റഡ് സ്കെയിൽ ബിഫോർ ദ ഒറിജിനൽ സ്റ്റഡി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ശരിക്കും നടത്തുന്ന റിസർച്ചിന് മുന്നായിട്ട് നമ്മൾ നടത്തുന്ന കുഞ്ഞ് സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് പൈലറ്റ് സ്റ്റഡി എന്നുള്ളത്. ദെൻ കറക്റ്റ്ലി ഡിഫൈനിങ് ദ പ്രോബ്ലം ഈസ് ദ എസെൻഷ്യൽ ഡാഷ് സ്റ്റെപ്പ് ഇൻ ദ ബിസിനസ് റിസർച്ച് പ്രോസസ്സ്. നമ്മുടെ ബിസിനസ് റിസർച്ച് പ്രോസസ്സിൽ നമ്മൾ പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? ആദ്യമാണ്. ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. അടുത്തത്, ഡാഷ് ഈസ് എ ടെൻറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ ഫോർ എൻ ഒബ്സർവേഷൻ, ഫിനോമിനൻ ഓർ സയൻറ്റിഫിക് പ്രോബ്ലം ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നതാണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒബ്സർവേഷൻ നടത്തുന്നു, അതിൻ്റെ ഫിനോമിനൻ, അതിൻ്റെ സയൻറ്റിഫിക് പ്രോബ്ലം, ഇതെല്ലാം നടത്തിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്, ഒരു സ്റ്റഡി പോലെ. ഇനി അടുത്തത്, പ്ലാൻ ഓഫ് സ്റ്റഡി ഓഫ് എ റിസർച്ചർ ഈസ് കോൾഡ് റിസർച്ച് ഡിസൈൻ. Then if one variable depends upon the another variable is termed as dependent variable. നമ്മൾ ഒരു വേരിയബിൾ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിനെ വിളിക്കുന്ന പേര് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അടുത്തത്, ഡാഷ് റിസർച്ച് സീക്സ് ടു ഫൈൻഡ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ആ പേരിൽ തന്നെയുണ്ട് കോസൽ റിസർച്ച് എന്നുള്ളതാണ്. അടുത്തത്, dash are the variables that may have some effects upon dependent variable but yet are not independent variable. അത്തരം വേരിയബിൾസ് ആണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിന് കുറച്ച് എഫക്റ്റ് ഉണ്ടായിരിക്കും, എന്നാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടും ഉണ്ടായിരിക്കും, എന്നാൽ അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല. അങ്ങനെ രണ്ടിലും മിക്സ് ആയിട്ടുള്ള ഒന്നിനെയാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്.
ദെൻ 48ാമത്തെ ചോദ്യം, ദ സർവേ ഈസ് എ നോൺ എക്സ്പെരിമെൻ്റൽ ഡാഷ് റിസർച്ച് മെത്തേഡ്. സർവേ എന്ന് പറയുന്നത് നോൺ എക്സ്പെരിമെൻ്റൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡാണ് സർവേ. അടുത്തത് ഡാഷ് സർവേ ഗ്യാദർ ഡാറ്റ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിലെ ഡാറ്റ ഗ്യാദർ ചെയ്യുന്ന സർവേ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേസ് എന്ന് പറയുന്നത്. അടുത്തത് ഡാഷ് ഓഫൺ ഈസ് യൂസ് ടു മെഷർ കോസാലിറ്റി മെഷർ ചെയ്യുന്നതാണ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, കോസ് ആൻഡ് എഫക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡാഷ് ഡാറ്റ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ കമ്മ്യൂണിക്കേഷൻ ഓർ ബൈ ഒബ്സർവേഷൻ. നമ്മൾ ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടോ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടോ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. വേറൊരാൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. അല്ലാതെ നമ്മൾ നേരിട്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് പ്രൈമറി ഡാറ്റയാണ്. അടുത്തത് ഡാഷ് ഡിസൈൻ ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. സാമ്പിൾ ഡിസൈൻ ആണ് പറയുന്നത്. എ സാമ്പിൾ ഡിസൈൻ ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ. സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പ്ലാനാണ്. നമ്മളൊരു വലിയൊരു പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളൊരു സാമ്പിളിനെ സെലക്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ അതാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ചാൻസ് സാമ്പിളിംഗ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് പ്രോബബിലിറ്റിയുടെ കേസിൽ. മഴ പെയ്യാം, പെയ്യാതിരിക്കാം, അത് രണ്ടിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അതെന്താ, ചാൻസ് ആണ്. അടുത്തത് under dash sampling method the population or universe is divided into number of cluster or large group. Cluster sampling-ലാണ് നമ്മളിങ്ങനെ ഒരു ലാർജ് ഗ്രൂപ്പിനെ കുഞ്ഞു ക്ലസ്റ്റർ മീൻസ് കുഞ്ഞു പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സാമ്പിളിങ്ങിൻ്റെ പേര് ക്ലസ്റ്റർ സാമ്പിളിങ് തന്നെയാണ്. അടുത്തത് റിസർച്ച് ഡാഷ് ഈസ് ദ ബ്ലൂ പ്രിൻറ്റ് ഫോർ ദി സ്റ്റഡി എന്നാണ്. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ നടത്താൻ പോകുന്ന സ്റ്റഡിയുടെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്, ഒരു കംപ്ലീറ്റ് പ്ലാൻ. അതിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഇഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് നോട്ട് മാനിപ്പുലേറ്റഡ് ഈസ് കോൾഡ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡാഷ് സ്റ്റഡീസ് ഡസ് ഡീൽ വിത്ത് ടെസ്റ്റിംഗ് ഓഫ് പ്രൊപ്പോസിഷൻ ഓർ ഹൈപ്പോത്തസിസ്. നമ്മൾ പറഞ്ഞിട്ട് പ്രൊപ്പോസിഷൻ ഓർ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റഡിയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ കോസ്, വീണ്ടും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തേക്കാണ്. കോസ് ആൻഡ് എഫക്റ്റ് പറയുന്നത് കോസൽ. അപ്പോൾ ഏരിയയിൽ തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ദ സർവേ ഈസ് എ ഡാഷ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ്. ഇതും നമ്മൾ പറഞ്ഞതാണ്. സർവേ എന്ന് പറയുന്നത് ഒരു നോൺ എക്സ്പെരിമെൻ്റൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡാണ്. അടുത്ത ചോദ്യം, 60ാമത്തെ ചോദ്യം, ഡാഷ് സർവേസ് ആർ യൂസ് ടു ഗ്യാദർ ഇൻഫർമേഷൻ ഓൺ എ പോപ്പുലേഷൻ അറ്റ് എ സിംഗിൾ പോയിന്റ് ഇൻ ടൈം. സിംഗിൾ പോയിന്റ് ഇൻ ടൈമിൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാണ്. അത്തരം സർവേനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രോസ് സെക്ഷണൽ സർവേസ് എന്നുള്ളതാണ്. ഇനി 61ാമത്തെ ചോദ്യം, ദി ഡാഷ് മെത്തേഡ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഓൾ യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. നമ്മൾ മൊത്തത്തിലുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റഡിയാണ് നമ്മളവിടെ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് എന്ത് മെത്തേഡാണ്, സെൻസസ് മെത്തേഡാണ്. അടുത്ത ചോദ്യം, ഡാഷ് വേരിയബിൾ ആർ അൺഡിസൈറബിൾ ബിക്കോസ് ദേ ആഡ് എറർ ടു ആൻ എക്സ്പെരിമെൻറ്റ്. എറേഴ്സ് കൊണ്ടുവരാൻ സാധ്യതയുള്ള വേരിയബിളാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ. നമ്മൾ പറഞ്ഞില്ലേ, അത് ഡിപ്പെൻഡൻറ്റും അല്ല ഇൻഡിപെൻഡൻറ്റും അല്ല, അങ്ങനത്തെ ഒരു വേരിയബിളാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ. അപ്പോൾ അതിൽ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ഡാഷ് എറർ ഈസ് നോൺ ആസ് നോൺ ക്യുമുലേറ്റീവ് എറർ. നോൺ ക്യുമുലേറ്റീവ് എറർ എന്ന് വിളിക്കുന്നത് അൺബയാസ്ഡ് എറേഴ്സിനെയാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദി ജനറേഷൻ ഓഫ് കണ്ടിന്യൂ അപ്പോൺ വിച്ച് മെഷർഡ് ഒബ്ജക്റ്റ് ആർ ലൊക്കേറ്റഡ് സ്കെയിലിംഗ്. അടുത്ത ചോദ്യം, വെൻ എ ഡാഷ് സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ പർപ്പസ് ഓഫ് ദി ഐഡൻറ്റിഫിക്കേഷൻ ദർ ഇസ് സ്ട്രിക്റ്റ് 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ആൻഡ് ദി ഒബ്ജക്ട്സ്. അത് നോമിനൽ സ്കെയിലാണ്. നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് നോമിനൽ സ്കെയിലാണ്. അടുത്തത്, വിച്ച് ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് നോട്ട് പെർമിസിബിൾ വിത്ത് നോമിനലി സ്കെയിൽഡ് ഡാറ്റ. ബോത്ത് ബി ആൻഡ് സി ആർ നോട്ട് പെർമിസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് പെർമിസിബിൾ ആയിട്ടുള്ളതാണ് ബോത്ത് ബി ആൻഡ് സി. മീഡിയനും റേഞ്ചും നോട്ട് പെർമിസിബിൾ ആണ്. അടുത്തത് 67ാമത്തെ ചോദ്യം, ഇൻ ബിസിനസ് റിസർച്ച് ആറ്റിറ്റ്യൂഡിനൽ ഡാറ്റ ഒബ്റ്റെയിൻഡ് ഫ്രം റേറ്റിംഗ് സ്കെയിൽസ് ആർ ഓഫൺ ട്രീറ്റഡ് ആസ് ഇൻ്റർവെൽ ഡാറ്റ. Then which of the following scale is not a type of comparative scale? Comparative സ്കെയിലിൻ്റെ ടൈപ്പ് അല്ലാത്തത് എ ആൻഡ് സി ആണ്, സെമാൻറ്റിക്കും ലിക്കേർട്ടും. അടുത്തത്, ദ ടേം ഡാഷ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ മെഷറിംഗ് ഓഫ് സംതിങ്. ഒരു കാര്യത്തിൻ്റെ മെഷറിംഗ് നമ്മൾ നടത്തുന്നത് സ്കെയിലിംഗ് ആണ്. 70ാമത്തെ ചോദ്യം, ഡാഷ് സ്കെയിൽ പ്ലേസസ് ഇവൻറ്റ് ഇൻ ഓർഡർ. ഓർഡിനൽ സ്കെയിലാണ് എല്ലാത്തിനെയും ഓർഡർ ആക്കി വെക്കുന്നത്.
അടുത്ത ചോദ്യം, ഡാഷ് സ്കെയിൽ ഈസ് യൂസ് ടു ഡ്രോ ഔട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡിക്കോടോമസ് സ്കെയിലാണ് പറയുന്നത്. അടുത്തത്, ദിസ് ടൈപ്പ് ഓഫ് സ്കെയിൽ മേക്സ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് വേർഡ് റാദർ ദാൻ നമ്പേഴ്സ്. നമ്പേഴ്സിനേക്കാൾ കൂടുതൽ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കെയിലാണ് സെമാൻറ്റിക്. അടുത്ത ചോദ്യം, എ ക്വസ്റ്റ്യനെയർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ കളക്ടിങ് ഡാഷ് ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്വസ്റ്റ്യനെയർ. These questions are also called fixed alternative questions. Closed questionസിനെയാണ് ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് കൂടി വിളിക്കുന്നത്. 75ാമത്തെ ചോദ്യം, ഡാഷ് ക്വസ്റ്റ്യനെയർ കണ്ടെയ്ൻ ഡെഫിനിറ്റ് കോൺക്രീറ്റ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. കറക്റ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരിക്കും. അത്തരം ക്വസ്റ്റ്യനെയേഴ്സ് ആണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഡാറ്റ പ്രോസസ്സിംഗ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് കോഡിംഗ് ആൻഡ് ടാബുലേഷൻ. എഡിറ്റിംഗ്, കോഡിംഗ് ആൻഡ് ടാബുലേഷൻ. 77ാമത്തെ ചോദ്യം, ഡാഷ് ഹെൽപ്സ് ടു ബിക്കം ദ ഡാറ്റ ആക്യുറേറ്റ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഇൻറ്റൻറ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ ആൻഡ് അതർ ഇൻഫോർമേഷൻ. അപ്പോൾ എഡിറ്റിംഗ് ആണ് ഡാറ്റ ആക്യുറേറ്റ് കൺസിസ്റ്റൻ്റൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എഡിറ്റിംഗ് ആണ്. അടുത്തത്, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് അസൈനിങ് ഫിഗേഴ്സ് ഓർ ദി സിമ്പിൾസ്. നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഫിഗേഴ്സും സിമ്പിൾസൊക്കെ അസൈൻ ചെയ്യുന്നത് എന്താ? കോഡിംഗ് ആണ്. 79ാമത്തെ ചോദ്യം, ഡാഷ് classified on the basis of some attributes are known as qualitative classification. Then dash is the process of summarizing of the raw data. Raw data inde summarize ചെയ്യുന്ന പ്രോസസ് ആണ് tabulation. അപ്പോൾ നമ്മൾ 80 ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.